കുറിച്ചൊരു മെസ്സേജ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ദർശനത്തിൽ, കർത്താവേ എനിക്ക് ഈ ദർശനം കറക്റ്റ് ആണെങ്കിൽ കാണിച്ചാണ്. അപ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു. വിചാരിക്കുന്ന കണക്കല്ല, യേശു നിന്നോട്, ഞാൻ ഇങ്ങനെ യേശു സംസാരിക്കുന്ന കണക്കാണ് സംസാരിക്കുന്നത്. യേശു നിന്നോട് പറയുന്നു, അപ്പൊ ഈ ധൂപക്കുറ്റിയുമായിട്ട് പുറകിലേക്ക് ആ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വന്ന ഏതെങ്കിലും വ്യക്തികളിൽ അശുദ്ധരായിട്ടുണ്ടെങ്കിൽ, സ്നാനമേക്കാത്തവരുണ്ടെങ്കിൽ, വിഗ്രഹത്തെ ആരാധിച്ചവരുണ്ടെങ്കിൽ, അന്യ ദൈവങ്ങളെ ആരാധിച്ചവരുണ്ടെങ്കിൽ, അന്യമതത്തിൻ്റെ കൾച്ചറിൻ്റെ പുറകെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, സകലതും ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ധൂപക്കുറ്റി വരുമ്പോഴേ നിങ്ങൾ വാതിലൂടെ പുറത്തു പോയിക്കൊള്ളണം. പിന്നെ ബാക്കിയുള്ള വിശ്വാസ പ്രമാണം കഴിഞ്ഞാൽ ബാക്കിയുള്ള കർമ്മങ്ങൾക്കെല്ലാം നിൽക്കേണ്ടത് വിഗ്രഹത്തെ തൊടാത്തവരും വിഗ്രഹത്തെ ആരാധിക്കാത്തവരും അന്യജാതിയുടെ കൾച്ചറിൻ്റെ പുറകെ പോകാത്തവരും അങ്ങനെ കർത്താവിനെ മാത്രം ഏകരക്ഷകനാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരും മാത്രമേ പിന്നെ അതിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോയിക്കൊള്ളണം. പുറത്തു പോകുന്ന സമയത്ത് കൈക്കാരന്മാർ വന്നിട്ട് പള്ളിയുടെ വാതിലും ജനലും അടച്ചിട്ട് പിന്നീട് നടക്കുന്നത് രഹസ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആ ചൊല്ലുകൾ ഇപ്പോഴും ഉണ്ട്. രഹസ്യത്തിൻ്റെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞ ചൊല്ലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശരീരം, രക്തം വിശുദ്ധർ മാത്രം ഭക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അർപ്പണമാണ് പിന്നീട് നടക്കുന്നത് അങ്ങോട്ട്. അങ്ങനെയായിരുന്നു ആദിമസഭ കുർബാന നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് എന്തു മാറി? ഇന്ന് നേരെ തിരിച്ചായി. ഇന്ന് കുർബാനയ്ക്ക് ഫസ്റ്റ് കയറുമ്പോഴേ അങ്ങോട്ട് വന്നിട്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇന്ന് കുർബാന കഴിഞ്ഞാൽ മാവേലിയുടെ തിരുവത്താഴം പള്ളിക്ക് പുറത്തുണ്ടായിരിക്കുന്നതായിരിക്കും. അത് കഴിച്ചിട്ട് അമ്മണിയും കുഞ്ഞമ്മയും കൊച്ചപ്പനും എല്ലാം പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ധൂപക്കുറ്റിയായിട്ട് പുറകു വരെ പോകും. ഈ പോകുന്നവന് പോലും അറിയത്തില്ല എന്തിനാ പോകുന്നതെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നൊരു സൈസ് ഒരു നാടകമായി മാറി, അഭിനയമായി മാറി. അതിൻ്റെ ശിക്ഷയാണ് കേരള സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. തന്നെ ശുദ്ധീകരിച്ച തിരുരക്തത്തെ അപമാനിക്കുകയും, എബ്രായക്കാർക്ക് എഴുതിയ ലേഖനമാണ് 10-ാം അധ്യായം, അപമാനിക്കുന്നവന് കഠോര ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11:32 വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചോളുക. ഇനി എന്താണ് പറയേണ്ടത്? ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസികളുടെ സമൂഹത്തിൽ അവരുടെയൊക്കെ പേരുകൾ കടന്നു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇനി പുതിയ നിയമം നോക്കണം. പഴയ നിയമത്തിലെ നമ്മൾ ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിക്കുന്നേ. പഴയ നിയമം പാപം ചെയ്തിട്ടും അനുദപിച്ച് പ്രാർത്ഥിച്ച നീതിമാന്മാരെ പഴയ നിയമം സ്വീകരിക്കാൻ തയ്യാറായി. ഓർത്തുകൊള്ളണം, സാധാ ജനത്തിനല്ല, നീതിമാന്മാർക്ക് മാത്രമുള്ള നിയമമാണത്. നീതിമാന്മാരായി ജീവിച്ചവർ, അവർ പാപത്തിൽ പെട്ടുപോയാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പൊറുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അവരുടെ പേരുകൾ സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ടെന്നും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈ സമ്പ്രദായം ഉണ്ടോ? പുതിയ നിയമസഭയിൽ ഈ സമ്പ്രദായം അനുശാസിക്കുന്നുണ്ടോ? അതാണ് അടുത്ത നമ്മുടെ പോക്ക് പോകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തലനായ യൂദ അതെങ്കിൽ ഇപ്രകാരം എഴുതുവാണ്: ദൈവ പൈതലേ, നീ വീണാല് നീ പിന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. വീഴരുതെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ അതാണ് വെളിപ്പെടുത്തി തരുന്നത്. അതായത് യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി ഉള്ളാവുന്നു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒന്നുകൂടെ വായിച്ചോ നിങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങൾ സൂക്ഷിച്ച് ആ തന്റെ മഹിമാ സന്നിധിയിൽ ആ. കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്നു. വീഴാതെ POC കൂടെ വായിച്ചോ. അതാകുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ആ വചനം. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും ആ തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ഇവിടെ ശക്തിയും. പറയാണ് വീണാൽ ദൈവരാജ്യത്തിൽ കയറാത്തതിനാൽ, വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കയറത്തില്ല. അതുകൊണ്ട് വീഴാതെ നിങ്ങളെ നിർത്തുന്നത് രക്ഷകനായ യേശുവിൻ്റെ കരുണയാണ്. വീണാൽ, പുതിയ നിയമത്തിൽ വീഴാതെ നിർത്തുന്നവനെ ദൈവം നൽകിയിരിക്കുകയാണ് സഭയ്ക്ക്. പഴയ നിയമത്തിൽ വീഴാതെ നിർത്താൻ കഴിവുള്ളവനെ അവർക്ക് നൽകിയിട്ടില്ലായിരുന്നു. പുതിയ നിയമത്തിൽ അത് നൽകി. പഴയ നിയമത്തിൽ പാപമോചനമില്ല, പുതിയ നിയമത്തിൽ പാപമോചനമുണ്ട്. പഴയ നിയമത്തിൽ പാപമോചനത്തിന്റെ നിഴൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുതിയ നിയമത്തിൽ പാപമോചനത്തിന്റെ പൂർത്തീകരണമുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിൽ അവർക്ക് ഒരുപാട് കുറവുകൾ ഉള്ളത് കാരണം നീതിമാന്മാരെ മാത്രം ദൈവം കരുണയോടെ കണ്ടു. കാരണം ഒരുപാട് സമയം സാധാ വ്യക്തികളിൽ നിന്നും മാറ്റപ്പെട്ട് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചവരായതുകൊണ്ട് അവരോട് കരുണ കാണിക്കാൻ ദൈവം ഇടയായി. ക്രൂരനായ ഒരു യജമാനനല്ല നമ്മുടെ ദൈവം. എന്നാൽ പുതിയ നിയമത്തിൽ നീതിമാനായ യേശുക്രിസ്തു നമുക്കുള്ളതിനാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതിനാൽ വീണു പോകരുത് എന്ന കൽപ്പന നൽകിയിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലായോ? വിഗ്രഹാരാധനയിൽ വീഴരുത്, മന്ത്രവാദങ്ങളിൽ വീണു പോകരുത്, അന്യജാതി കൾച്ചറിൽ വീണു പോകരുത്. പല നേതാക്കന്മാരും അതിന്റെ പുറകെ പോയിന്ന് വരും. നീ പോകരുത്. ഈ പോകുന്ന നേതാക്കന്മാരുടെ അപ്പന്മാരുടേതല്ല സ്വർഗം, നിന്റെ ദൈവത്തിന്റെ ആണെന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. വീഴാതിരിക്കാൻ നീ നിന്നെ തന്നെ നോക്കിക്കൊള്ളണം. വീഴാതിരിക്കാൻ നീ നിന്നെ തന്നെ നോക്കിക്കൊള്ളണം. അതാണ് ദൈവം പറയുന്നത്, വ്യക്തമായി പറയുന്നത് അതാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. 3 യോഹന്നാൻ, ഈ യോഹന്നാൻ എഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ ലേഖനം നിങ്ങളെടുത്താൽ മറ്റൊരു കാര്യം കൂടെ വെളിപ്പെടും. 1:11 നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി യോഹന്നാൻ പറയുവാണ്, നീ പാപം ചെയ്ത് തന്നെ ജീവിക്കുകയാണെങ്കിൽ, നീ ഇപ്പോഴും കള്ളു കുടിച്ചുകൊണ്ട് തന്നെ തുടരുകയാണെങ്കിൽ, ഇപ്പോഴും നീ തെറ്റായ മാർഗങ്ങളിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ, നീ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായാലും, നീ പ്രാർത്ഥനയിൽ ദർശനം പറയുന്ന വ്യക്തിയാണെങ്കിലും, വചനം നിന്നെ നോക്കി പറയാണ്, നീ യേശുക്രിസ്തുവിനെ കണ്ടിട്ടേ ഇല്ല, യേശുക്രിസ്തു നിന്നെയും കണ്ടിട്ടില്ല. വായിച്ചു നോക്ക്. എന്താണ് 3:11 പറയുന്നത്? എന്താണ്? പ്രിയരെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ എന്താണ് ഫസ്റ്റ് എന്താണ് അപ്പോസ്തലൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? പ്രിയരെ നന്മയല്ലാതെ തിന്മ നിന്റെ അധികാരി നന്മയല്ലാതെ നിന്റെ അധികാരി തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നീ അത് അനുസരിക്കണ്ട. നീ അത് അനുസരിക്കണ്ട. നിന്റെ അധികാരി കാണുന്നതിന്റെ എല്ലാം പുറവെ കുമ്പിടാൻ നടക്കുന്നതാണെങ്കിൽ നീ കുമ്പിടാൻ പോകണ്ട. അവൻ ചെയ്യുന്ന തിന്മയ്ക്ക് അവനുള്ള പണി ദൈവം വേറെ വെച്ചിട്ടുണ്ട്. നീ അവനെ കണ്ട് പഠിക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ തിന്മ അനുകരിക്കരുത്, നിങ്ങൾ നന്മ അനുകരിച്ച് ജീവിച്ചു കൊള്ളണം. തിന്മ ചെയ്യുന്നവനെ തിന്മയും അശുദ്ധനുമാക്കി നീ ചിത്രീകരിക്കണം. അവൻ ആരായാലും ചിത്രീകരിക്കുക. നന്മയുടെ പിന്നാലെ നീ സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ കളയരുത്. ഇതൊക്കെ ചോദ്യം വരുന്നതാ മരിച്ചു കഴിയുമ്പോൾ നീ ഇങ്ങനെ ഒരു വചനപ്രഘോഷണം കേട്ടിട്ടുണ്ടെന്ന് നിന്നോട് ചോദ്യം ചെയ്യാൻ അവിടെ ദൂതന്മാരുണ്ടായിരിക്കും. അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരെ അനുകരിക്കരുത്. അവർ മറ്റ് ജാതികളുടെ സംസ്കാരങ്ങൾ വരുന്ന സമയത്ത് അവരുടെ പിന്നാലെ പോകുകയും അവരോടൊപ്പം ഇരുന്ന് അന്യ ആരാധന നടത്തുകയും ചെയ്യുന്നത് നിന്റെ അധികാരിയാണെങ്കിൽ അവനെ അശുദ്ധ കണക്ക് കൂട്ടാൻ ദൈവമക്കൾ പഠിക്കേണ്ട കാലമാണ് ഇത്. എത്ര പേര് ഹല്ലേലൂയ പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവത്തോട് പറയണം, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടെന്ന് പറയണം.
എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞങ്ങൾ അങ്ങേ സേവിക്കുമെന്ന് നിങ്ങൾ പറയണം. എന്താണ് പറയുന്നത്? എന്താണ് വായിച്ചു? പ്രിയരെ, അല്ലാതെ തിന്മ അനുകരിക്കരുത്. തിന്മ അനുകരിക്കരുത്. ആരുടെയും അനുകരണത്തിന്റെ പിന്നാലെ പോകരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. തിന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിട്ട് പോലുമില്ല. ദൈവത്തെ കാണാത്ത പല വർഗങ്ങളും ഇന്ന് ലോകത്തിൽ ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. അവർ തിന്മയുടെ മാർഗങ്ങൾ കാണിച്ചു തരും. പുറകെ പോകരുത് വിശ്വാസിയെ. അവര് തിന്മയുടെ മാർഗങ്ങൾ കാണിച്ചു തരുമ്പോൾ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും, ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് സംസാരിക്കും. അതുകൊണ്ട് തിന്മയെ അനുകരിക്കുന്ന ആരും ദൈവരാജ്യത്തിൽ എത്തത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒരു സൈഡിൽ ഇനിയും ബൈബിളിൽ അനേകം വചനമുണ്ട്, പാപം ചെയ്താൽ ദൈവത്തിലേക്ക് എത്തത്തില്ല. പിന്നെ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10:23 പറയുന്നുണ്ട്, സത്യത്തിന്റെ അറിവ് ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാവങ്ങൾക്ക് വേണ്ടി ഇനി മറ്റൊരു പരിഹാര ബലി അവശേഷിക്കുന്നില്ല, മറിച്ച് സംവിധമായ ഭയങ്കരമായ അഗ്നിയുടെ ക്രോധവും കാത്തിരിപ്പുകയും ഇനി നിനക്കുണ്ടാവത്തോളം. മോശയുടെ നിയമം ലംഘിക്കുന്നവർക്ക് 2 or 3 സാക്ഷികളുടെ സന്നിധത്തിൽ വെച്ചാണ് അവരെ ശിക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൃപയുടെ ആത്മാവിനെയും നിന്നെ ശുദ്ധീകരിച്ച രക്തത്തിന്റെ ഉടമ്പടിയെയും ലംഘിക്കുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്രയോ കഠോരമായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഓർക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. ഇതൊക്കെ നമുക്കറിയാം. ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട്. അതായത് പുതിയ നിയമസഭയിൽ നിയമത്തെ അധിക്ഷേപിക്കുന്നവൻ, തന്നെ ശുദ്ധീകരിച്ച രക്തത്തെ, യേശുക്രിസ്തുവിന്റെ രക്തത്തെ അവഹേളിക്കുന്നവർ, തന്നെ ശുദ്ധീകരിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഇല്ലാതാക്കി കളഞ്ഞവർ, നിന്റെ ദൈവം യേശു പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകിയിട്ട് ആ പരിശുദ്ധാത്മാവിനെ കളഞ്ഞിട്ട് നീ കണ്ട തോന്നിവാസത്തിന്റെ പുറകെ പോയിട്ടുള്ളവർ, സകലണത്തിനും ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല, അഗ്നിയുടെ ക്രോധം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന് പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പച്ചയ്ക്ക് പ്രസംഗിക്കുന്നതിന്റെ കാരണം ദൈവമക്കൾ ആരും അഗ്നിയുടെ ക്രോധത്തിന്റെ പിന്നാലെ പോകരുത്. വയസ്സ് വരെ ആയിട്ട് ഒരു അപകടമോ അനർത്ഥമോ ഇല്ല. അവർ മൂലം ഒരു സങ്കടം പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദൈവം അവരെ നയിക്കുന്നത് കാരണം, യാഹ്വേ അവരെ നയിക്കുന്നത് കാരണം. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് നല്ലപോലെ പഠിപ്പിക്കാൻ അറിയാവുന്ന ടീച്ചർമാരാണോ? അവിടുന്ന് അനുഗ്രഹിച്ചത് കാരണമാണ്. ഒത്തിരി പേരുടെ ശബ്ദം പോയിട്ടുണ്ട്. ഒത്തിരി പേർ നട്ടല് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ എത്രണ്ട. അവിടെ ഒരു സഹോദരി ഉണ്ട് ഹോസ്പിറ്റലിൽ, എത്രയോ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു, ഇതുവരെ ശരിയായിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ വന്നിരിക്കുക ആ ബെഡിൽ കിടക്കുന്ന സഹോദരി. എന്താണ് എത്ര ലക്ഷം പൊട്ടിച്ചെന്നറിയാം? ഞാൻ അവരുടെ മകൾ പറഞ്ഞുള്ള അറിവാ. എത്ര ലക്ഷമാണെന്നറിയാം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോയത്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ആവശ്യം ഉള്ളവനുണ്ട്, ആവശ്യമില്ലാത്തവരുമുണ്ട്. ഞങ്ങളെ ദൈവം ബൈബിൾ എടുപ്പിച്ചിരിക്കുന്നത് ആവശ്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവരുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെപ്പോലുള്ളവർ എടുത്തേ പറ്റൂ, മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള പേഷ്യൻ്റ് അവസാനത്തെ കച്ചിത്തുറുമ്പായി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇനി കർത്താവിൻ്റെ കരുണ ഉണ്ടെങ്കിൽ അറിയാം അവരുടെ ആ വേദന മാറുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ അത് ഹോസ്പിറ്റലിൽ അത് ചളവാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ചളവാക്കി എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് മൊത്തത്തിൽ നോക്കി ഒട്ടമില്ല, അവസാനം സർജറി വരെ പറഞ്ഞു, അതിൽ ജയിക്കുമെന്ന് പോലും അവർക്ക് ഉറപ്പില്ല. അങ്ങനെ വന്നിരിക്കുവാണ്. കണ്ടോ, ഇതാ മനുഷ്യ. ഒരു കാലത്ത് അവർ ഇത് ഇങ്ങനെ കിടക്കുമെന്ന് ആ സഹോദരി അറിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് ആരോഗ്യത്തോടു കൂടി ജീവിച്ചതാണ്, സന്തോഷത്തോടെ ജീവിച്ച. ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല. ഒരിക്കൽ ഒരാൾ വന്നതാണ്, ഒരു കാർ വിളിച്ച് നിലവിളിയായിരുന്നു. കാറിൽ നിന്ന് ഇറക്കിയപ്പോൾ കുറച്ച് പേര് ചേർന്ന് ഇറങ്ങി, യോ എന്നെ വിടൂ. കാരണം ഞരമ്പം കണ്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ആൾ അനങ്ങാൻ വയ്യാതെ വന്ന് കിടക്കുകയാണ്. ഇന്ന് ആ മനുഷ്യൻ ആത്മീയതയിലുണ്ട്. ഞങ്ങളുടെ ധ്യാന സെൻ്ററിലാണ് വന്നത്. അതുവരെ അറിഞ്ഞില്ല.
ഒരു പെയിൻ വന്ന് കാലനക്കാൻ വയ്യാതെ വന്നു. കർത്താവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തി. അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. ആ ഞരമ്പൊക്കെ കർത്താവ് പിടിച്ച് വെച്ചു കൊടുത്തു. സ്തോത്ര, ഹല്ലേലൂയ. എപ്പോഴാണ് നമുക്ക് ദൈവത്തെ ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് സന്തോഷമുള്ള സമയത്ത് നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും ചോദ്യമുണ്ടാകും. ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, ഇപ്പം നമുക്ക് എന്തും പറയാം, എന്തും സംസാരിക്കാം, കാരണം ആരെയും പേടിക്കണ്ട. പക്ഷെ മുകളിൽ ചോദ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുവാണ്, ചിന്തയില്ലാതെ നീ പറഞ്ഞ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കണക്ക് കൊടുത്ത ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ചിന്തിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കാലത്ത് ബൈബിൾ താഴെ വെച്ചതാണ്. ഞാൻ ഈ പ്രസംഗം നിർത്തിയിട്ടതാണ്. ഞാൻ പ്രസംഗം നിർത്തി 3 കൊല്ലം ധ്യാനം നടത്താതെ ഞാൻ മാറി നിന്നിട്ടുണ്ട്. 3 കൊല്ലം. അന്ന് ആത്മീയതയിൽ നേടിയ പലരും തിരിച്ചുപോയി. നമ്മുടെ കൂട്ടത്തിലുള്ള യഹിയ ബൈജു ബ്രദർ വരെ, അവൻ വരെ തറയിൽ വീണു. മദ്യപാനത്തിലായിരുന്നു. ഒരുപാട് പേര് പോയി. 3 കൊല്ലം ഞാൻ മാറി നിന്നപ്പോൾ, അതായത് ഓരോരുത്തവർക്കും ദൈവം ഓരോ കൂട്ടങ്ങളെ നൽകിയിട്ടുണ്ട്. ആ കൂട്ടങ്ങൾ ആ ലീഡറിൻ്റെ കീഴിലേ വളരത്തുള്ളൂ. വേറെ ആളുമായിട്ട് അത് സിങ്ക് ആവത്തില്ല. സ്തോത്ര, ഹല്ലേലൂയ. ഇതാണ്, അതിനാണ് ദൈവം ഓരോരുത്തവരെയും വചനപ്രഘോഷകരായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ്. ആരെയും നമ്മൾ വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ക്രിസ്തുവിലേക്ക് വളർത്തുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നവരെ അല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിലേക്ക് വളർത്തുന്ന ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ട്. അവരെയൊക്കെ മാനിക്കുന്നു, അവരെയൊക്കെ അംഗീകരിക്കുന്നു. അവസാനം യേശു പറഞ്ഞു, ഞാനിങ്ങനെ 3 കൊല്ലം ഇങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ നടക്കുകയാണ്, ഈ ലൗകിക ജീവിതമായിട്ട് നടക്കുന്ന സമയം. അവസാനം എവിടെയൊക്കെയോ ഒരു വേദന. ഈ ഞാൻ പ്രാർത്ഥന നിർത്തിയെന്ന് അറിയാത്ത പാമ്പിടിച്ച അമ്മമാർ, ബ്രദറെ ധ്യാനമുണ്ടോ ബ്രദറെ, എൻ്റെ അത്യാവശ്യ ബ്രദറെ, ഒരു ധ്യാനം ഉണ്ടെങ്കിൽ അറിയിക്കുക ബ്രദറെ. അവന് ബ്രദറിനെ മാത്രമേ, ബ്രദർ ധ്യാനം വെച്ചാൽ വരാമെന്ന് അവൻ പറയുന്നു, വേറെങ്ങും പോത്തില്ലെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ ആ പഴയ പ്രാർത്ഥനക്കാരൻ പതുക്കെ ഉണരാൻ തുടങ്ങി. ഒരു ആത്മാവിനെ പോലും രക്ഷിക്കാൻ ആ 3 വർഷം കുടുംബസംഗമം നടത്തിയും പള്ളിപ്പെരുന്നാളിന് മുന്നിൽ നിന്നും ഒക്കെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നും ഒക്കെ നിന്നിട്ടും ഒരാത്മാവിനെ പോലും നേടാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ആ സമയത്തിരുന്ന് ചിന്തിച്ചു. ആ സമയത്താണ് ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അന്നെനിക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വരുന്ന വരുമാന മാർഗങ്ങൾ അത് ഞാൻ കിട്ടുന്നത് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫെഡറൽ ബാങ്കിൽ 10 രൂപ കിട്ടിയാൽ 10 രൂപ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് സേവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സേവിങ് മൈൻഡ്, ഈ സേവിങ് കിട്ടിയിട്ട് എന്ത് പ്രയോജനം, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എൻ്റെ പഴയ പ്രാർത്ഥനാ ജീവിതം അറിയാവുന്നവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രദറെ എപ്പോഴാ ധ്യാനം, എപ്പോഴാ ധ്യാനം. ഇവരുടെ കോൾ ഞാൻ വിചാരിച്ചെന്ന ഒരു ധ്യാനം അങ്ങ് നടത്തിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ബൈജു ബ്രദർ മദ്യപാനത്തിൻ്റെ ലെവലിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അത് തോന്നാൻ കാരണം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഈ അമ്മമാരുടെ ഈ വിളികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിച്ച വചനമെല്ലാം മാറ്റിവെച്ചതായിരുന്നു. ഇപ്പോൾ ഇവർ ധ്യാനം എപ്പോഴാണ്, എൻ്റെ മോൻ ബ്രദറിൻ്റെ ധ്യാനമാണെങ്കിൽ കൂടാന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലെ പിടിച്ചപ്പോൾ എനിക്കൊരു പേടി തട്ടി. ഈ കരച്ചിൽ എൻ്റെ മക്കൾക്ക് നാളെ ദോഷം ചെയ്യുമോ എന്നൊരു പേടി എനിക്ക് തട്ടി. ഈ പേടി തട്ടിയപ്പോൾ ഞാൻ തൊട്ടെ പ്രാർത്ഥന നിർത്തി എല്ലാവരും പല വഴിക്കായി പോയ ബ്രദേഴ്സിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 21 ദിവസം ഉപവാസം ഇരിക്കാൻ പോകാൻ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് എത്രയോ നാളുകളായി ഇല്ലാതിരുന്ന പ്രാർത്ഥന വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്നു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ പാട്ട് പാടുന്ന ക്യാബിൻ ഉപവാസ പ്രയർ ഇതായി മാറി. ആ ക്യാബിൻ അടച്ചിട്ടിട്ട് എത്ര ആരാധിച്ചാലും സൗണ്ട് പുറത്തു പോകത്തില്ല, പുറത്തെ സൗണ്ട് അകത്തും കയറത്തില്ല. അതാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ക്യാബിൻ എന്ന് പറയുന്നത്. ആ ക്യാബിൻ
ഉപവാസ സെൻ്ററായി മാറി. അവിടെ ഇരുന്നുകൊണ്ട് ആത്മാവിൽ ആരാധിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദർശനവരം വെട്ട ഒരു ഇടിമിന്നൽ പോലെ ദേഹത്തേക്ക് വരാൻ തുടങ്ങി. ആ ദർശനവരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടാ ദർശനം പറയേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് ആ ഗിഫ്റ്റ് വീണ്ടും ഓപ്പണായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അന്നിരുന്ന ബ്രദർമാർ പറഞ്ഞു, ബ്രദറെ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ബൈജു ബ്രദറിനെ കുറിച്ചൊരു മെസ്സേജ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബൈജു ബ്രദർ എവിടെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അവൻ അന്ന് ഇവിടെ ഒരു വലിയൊരു കമ്പനിയുടെ അവിടുത്തെ ഒരു വിശ്വസ്ത ജോലിക്കാരനായിട്ട് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവൻ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ദർശനത്തിൽ, കർത്താവേ എനിക്ക് ഈ ദർശനം കറക്റ്റ് ആണെങ്കിൽ കർത്താവ് ബൈജു ബ്രദറിനെ ഒന്ന് കാണിച്ചാണ്. അപ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു, ബൈജു ബ്രദർ നീ വിചാരിക്കുന്ന കണക്കല്ല, അവൻ മദ്യപാന കൂട്ടുകെട്ടിലേക്ക് പോയി, നീ അവനെ വിളിക്ക്, അവൻ ഒരു കാലത്ത് എൻ്റെ കൂടെ നിന്നതല്ലേ, അവനെ ഞാൻ വളർത്തിക്കോളാം, നീ അവനെ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തു, എൻ്റെ അടുത്തിരുന്ന ആൾ ബൈജു ബ്രദറിൻ്റെ നമ്പർ തന്നു, എൻ്റെ ഇല്ല, ഞാൻ 2 വർഷമായിട്ട് ഇവരുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഷിബ് ബ്രദറാണ്, യേശു നിന്നോട്, ഞാൻ ഇങ്ങനെ യേശു സംസാരിക്കുന്നതാണ് കാന്തർ സംസാരിക്കുന്നത്, യേശു നിന്നോട് പറയുന്നു മദ്യപാന ഗ്ലാസുകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നീ മദ്യപാനത്തിലേക്ക് പോയി വചനത്തെ മാറ്റിവെച്ചു, നിന്നോട് തിരിച്ചു വരാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ബൈജു മദ്യം കഴിക്കുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ബൈജു ബ്രദർ പറഞ്ഞുള്ള അറിവിൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്, ആ സമയത്ത് ബൈജു ബ്രദർ ആ കൂടെയുള്ള ജോലിക്കാരനുമായിട്ടിരുന്ന് അവൻ കള്ള് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ കോൾ വന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു, പിന്നെ തിരിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് വന്നതാണ്, ഒരൊറ്റ ദർശനം ഓപ്പണായിപ്പോൾ വന്നതാണ്. അങ്ങനെ നഷ്ടപ്പെട്ട ഓരോരുത്തവരെ ഞാൻ വിളിച്ചു കൂട്ടാൻ തുടങ്ങി. ആ കൂട്ടിയ കൂട്ടങ്ങളാണ് ഇന്ന് ലോകം മുഴുവനും ജീസസ് വിഷൻ ഇങ്ങനെ പടരാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ബൈബിൾ താഴെ വെക്കാൻ പറ്റത്തില്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല. ഞങ്ങൾ വെച്ചാലും ജനങ്ങൾ അനുവദിക്കത്തില്ല. യേശുവേ ആരാധന. ഈ ഒരു ആവശ്യം ജനങ്ങൾക്കുണ്ട്. ഇവിടെ പുതിയതായിട്ട് വന്നവർ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കണ്ണീരോട് കരയുന്ന കുറേ ജനങ്ങളുണ്ട്, അവരെ നിങ്ങൾ പഠിക്കണം. നിങ്ങളെ മാത്രം നോക്കിയിരിക്കരുത്, മറ്റുള്ളവരെ പഠിക്കണം. അവർക്ക് യേശു ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എപ്പോൾ ഹൃദയത്തിൽ തോന്നുന്നോ അന്ന് നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നത്. അല്ലാതെ ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ജനിച്ചപ്പോഴേ യാക്കോബക്കാരനാണ്, ഞാൻ ജനിച്ചപ്പോഴേ മർത്തോമയാണ്, ഞാൻ ജനിച്ചപ്പോഴേ ഓർത്തഡോക്സ് ആണ്, ആർക്ക് വേണം നിന്നെ? നിൻ്റെ അകത്ത് യേശു ഉണ്ടാകണം. ഹല്ലേലൂയ. അല്ല, ഞങ്ങൾ ജനിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ വല്ലതും ആയിരുന്നു. യേശു വേണം നിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇന്നേ വരെ നിങ്ങൾ അഭിമാനം കൊണ്ടത് നിങ്ങളുടെ പൂർവ്വപിതാവ് തന്ന കുടുംബസ്വത്തിലാണെങ്കിൽ ഇന്ന് മുതൽ അഭിമാനം കൊള്ളേണ്ടത് വചനത്തിലായിരിക്കണം. എത്ര പേർ അതിന് തയ്യാറാണ്? അവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. അവർക്ക് ദൈവത്തെ സ്തുതിക്കാം, അവർക്ക് ദൈവത്തെ സ്തുതിക്കാം. അഗ്നിയുടെ ക്രോധത്തിന്റെ പിന്നാലെ പോകരുത്. ഈ തിന്മകൾ ചെയ്ത് കൂട്ടുന്നവർ അവരോട് നിങ്ങൾ ചെന്ന് പേഴ്സണലിൽ ചോദിക്കണം. ഈ അന്യ ആരാധന ചെയ്തു കൂട്ടുന്ന നേതാക്കന്മാരെ വല്ലപ്പോഴും പരിചയപ്പെടുന്ന സമയത്ത് അവരോട് എന്ന് പേഴ്സണലിൽ ഒന്ന് ചോദിക്കണം, നരകമുണ്ടോ എന്ന് ചോദിക്കണം. ആരും പറയും നരകവും പിണ്ണാക്കൊന്നും ഇല്ലടാ എന്ന് പറയും. അവർ അതേ പറയൂ. നരകമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർമാർഗങ്ങളിൽ നിന്ന് അവർ പിന്തിരിയേണ്ടി വരും. അത് പിന്തിരിയാതിരിക്കാൻ വേണ്ടി അവർ പറയും ബന്ധനമില്ല, നരകമില്ല, ശാപമില്ല, പാപമില്ല, ദൈവം ഭയങ്കര കരുണയാണ്, ദൈവത്തിൻ്റെ പേര് മാത്രം പറയും. കാരണം ദൈവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അടുത്ത് പിന്നെ ആരും പോകത്തില്ലല്ലോ. അപ്പം ഇവരുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവമുണ്ട്, വചനമുണ്ടെന്ന് പറയും. പ്രാക്ടിക്കൽ സൈഡ്, പ്രവൃത്തി, ശുദ്ധിയുടെ പ്രവൃത്തിയിൽ വരുമ്പോൾ നരകവുമില്ല, പാപവുമില്ല, ബന്ധനവുമില്ല. പ്രൈസ് ദി ലോർഡ്. നരകവും ബന്ധനവും ഇല്ലാന്നുണ്ടെങ്കിൽ യേശു ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ. കാരണം യേശുവാണ് നിന്റെ സഹോദരനെ പോഷ എന്ന് വിളിച്ചാൽ അവനെ നരകത്തിൽ കൊണ്ടിടും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവാണ്.
അപ്പൊ നരകമില്ലെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ ആ നരകം ഉണ്ടെന്ന് സഭയ്ക്ക് വെളിപ്പെടുത്തി തന്ന യേശുവിനെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് യേശുവും ഇല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഇതാണ് വർഗങ്ങൾ. ഈ വർഗങ്ങൾ എന്ത് തോന്നിവാസവും കാണിക്കും, എന്ത് മോശ ജീവിതവും പബ്ലിക്കായി കാണിക്കും. ഈ നേതാക്കന്മാരെ നിങ്ങൾ അനുകരിക്കരുത്. ഈ നേതാക്കന്മാരെ നിങ്ങൾ അനുകരിക്കരുത്. യേശുവേ സ്തോത്രം. വചന അടുത്തൂടെ പോലും പോയിട്ടില്ല, വചനത്തോട് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ വ്യക്തമായി പഴയ നിയമത്തിൽ അല്പം കരുണ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരാൾക്ക് യാതൊരു കരുണയില്ല. കരുണ ലഭിക്കത്തില്ലെന്നാണ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10 അധ്യായത്തിൽ പറയുന്നത്. കരുണ കൂടാതെ, കരുണയില്ലാതെ അഗ്നിയുടെ ക്രോധത്തിലേക്ക് വലിച്ചെറിയും. കരുണ ലഭിക്കത്തില്ല. ഇതാണ് എന്തുകൊണ്ടാണ് പുതിയ നിയമസഭയിൽ ഇപ്രകാരം ഒരു നിയമം തന്നത്. എന്തുകൊണ്ട് പുതിയ നിയമസഭയിൽ നമുക്ക് ഇപ്രകാരം ഒരു നിയമം തന്നത് എന്തുകൊണ്ട്? നമുക്കറിയാം, പുതിയ നിയമസഭയിൽ സാധാരണ ജീവിതത്തിന് പോലും നിയമങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. സാധാരണ ഒരു വ്യക്തി, ഒരു സുവിശേഷകന്റെ ജീവിതം, പ്രാർത്ഥനക്കാരുടെ ജീവിതം, ഇതിനെല്ലാം ശക്തിയേറിയ നിയമങ്ങൾ പുതിയ നിയമസഭയിലുണ്ട്. സുവിശേഷകനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വല്ലതും തരണം എന്ന് ഞാൻ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യാൻ കർത്താവിൻ്റെ വചനം അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ദരിദ്രനാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടന്നു, അടയാളം നടന്നു, അതുകൊണ്ട് ഒരു രോഗശാന്തിക്ക് ഇത്ര രൂപ വെച്ച് എനിക്ക് തരണം എന്ന് പറയാൻ എന്നെ കർത്താവ് അനുവദിച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് വന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രം തലയിട്ടുകൊണ്ടിരിക്കും. ദൈവവചനം കേൾക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. വരുന്നത് തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് വരുന്നത്. മറ്റുള്ളവരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ജീവിതത്തിലേക്ക് വചനവും കയറുന്നില്ല, ഒന്നും കയറാത്തൊരവസ്ഥയാണെങ്കിലും അതിനും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. വളരെ വ്യക്തമായി 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ആത്മീയ മക്കൾ ജീവിക്കേണ്ട ജീവിത രീതി, അതായത് നിങ്ങളിൽ സാത്താൻ തൊടാതിരിക്കണമെങ്കിൽ പുതിയ നിയമസഭയിൽ എറിയും എന്ന് പറഞ്ഞ കൽപ്പന നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വരാതിരിക്കണമെങ്കിൽ 1 തെസ്സലോനിക്ക 4:11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒരു കൊടി പോലെ ചുമക്കണം. നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചാവിയാക്കി അതിനെ മാറ്റണം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ വൻ അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതം മാറുകയുള്ളൂ. എന്താണ് എഴുതിയിരിക്കുന്നത്? 1 തെസ്സലോനിക്ക 4:11 മുതൽ വായിക്കാം. പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങൾക്ക് വല്ലവന്റെ മുമ്പിൽ കൈ നീട്ടാതെ, വല്ലവന്റെ മുമ്പിൽ ഇരുന്ന് കണക്കുകൾ കൈനീട്ടി ചോദിക്കാതെ, നീ സുവിശേഷകനാണെങ്കിൽ, നീ പ്രാർത്ഥനക്കാരനാണെങ്കിൽ നീ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കിക്കൊള്ളണം, എന്നിട്ട് സുവിശേഷ വില ചെയ്തോളണം. ഇത് മാത്രം നമുക്ക് ദഹിക്കത്തില്ല. ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് കാരണം ബന്ധനം അഴിക്കാൻ ഒരു കുറച്ച് വെള്ളമായിട്ട് വന്നിട്ട് വീടിൽ മൊത്തം ബന്ധനം അഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടച്ചിലും കുടഞ്ഞിട്ട് 2000 രൂപയുടെ 1000 രൂപയുടെ ഇതൊന്നും സുവിശേഷകരുടെ കൂട്ടത്തിൽ വരികയില്ല. ഇതൊന്നും ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. ഞാനിത് പറയുന്നത് പണമുള്ളതിൻ്റെ പേരിലോ അല്ലെങ്കിൽ സമ്പത്തുള്ളതിൻ്റെ പേരിലോ അല്ല ഇത് പറയുന്നത്. മറിച്ച് അതീവ ദരിദ്രനും അതീവ കഷ്ടതയിൽ കടന്ന ഒരു വ്യക്തിയുമാണ്. അന്നും ഞങ്ങളുടെ ക്വാളിറ്റി ഇത് തന്നെ ആയിരുന്നു. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിനക്ക് സുവിശേഷ വിലയാണെങ്കിൽ നീ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നീ അധ്വാനിച്ചിട്ട് സുവിശേഷ വില ചെയ്തോണം. വല്ലവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം കണ്ടുകൊണ്ട് ബൈബിളുമായിട്ട് ഇറങ്ങിപ്പോകരുത്. ഇതാണ് ബൈബിൾ ശക്തമായി പറയുന്നത്. ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല, ആർക്കും ഇഷ്ടമല്ല ഇത് പ്രസംഗിക്കുന്നത്. അടുത്തെന്താണ് പറയുന്നത്? അടുത്തെന്താ? ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആദ്യം പറയുന്നത് എന്താണ്? ശാന്തരായി പള്ളിയിൽ ചെന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അച്ഛൻ്റെ കുത്തിനെ പിടിച്ച് നിർത്തരുത്. പാസ്റ്ററിനെ കുത്തിനെ കയറി പിടിക്കരുത്.
അത് കണക്ക് പിന്നെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊന്നും കാണിക്കരുത്. പ്രാർത്ഥനക്കാരിയുടെ വായ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാലോ പുഴുത്ത തെറിയേ വരത്തുള്ളൂ. അപ്പൊ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ദൈവത്തിന്റെ ആൾക്കാരല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രാർത്ഥനക്കാരിയുടെ ഒച്ച പള്ളിമുറ്റത്തോ കല്യാണ വീട്ടിലോ മുഴങ്ങി കേൾക്കരുത്. അവൾ ശാന്തരായിരിക്കണമെന്ന് ബൈബിൾ പറയുകയാണ്. അവൾ സ്വസ്ഥമായിരിക്കണം.